വയനാട്ടിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. സൂചിപ്പാറയിൽ പക്ഷേ തെരച്ചിലിന് വെല്ലുവിളിയായി കനത്ത മഴയും കോടമഞ്ഞും ഉണ്ട്. പ്രതികൂല കാലാവസ്ഥയിലും പ്രത്യേക സംഘം തെരച്ചിൽ തുടരുന്നു. 14 അംഗ പ്രത്യേക സംഘമാണ് സൂചിപ്പാറയിലെ ആനടിക്കാപ്പ് മേഖലയിൽ തെരച്ചിൽ നടത്തുന്നത്. തെരച്ചിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മന്ത്രി എ കെ ശശീന്ദ്രൻ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ യോഗം ചേരുന്നുണ്ട്. അതേസമയം തെരച്ചിലായി ദുരന്താനന്തര ആവശ്യങ്ങളും കണക്കാക്കി സർക്കാർ വിദഗ്ധ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി മനു മാടപ്പാട് ചേരുകയാണ് അവിടെ നിന്നും. മനു, താൽക്കാലിക പുനരധിവാസം പൂർത്തിയായി സർക്കാർ ബഹുദൂരം മുമ്പോട്ട് പോവുകയാണ്. അതും 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ, അതും കേന്ദ്ര സഹായം ലഭിക്കാതെ തന്നെ. പക്ഷേ ഇപ്പോൾ തെരച്ചിലിന് ചില പ്രതിസന്ധികൾ രൂപപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ കൂടി ചേർത്ത്. മനു, അജിംഷാദ് ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. അതായത് നമ്മൾ മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നല്ലോ നേരത്തെ കേന്ദ്ര സർക്കാരിന്. 18-ാം തീയതി തന്നെ മെമ്മോറാണ്ടം സമർപ്പിച്ചതാണ്. ഇപ്പോൾ ആ മെമ്മോറാണ്ടത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് കേന്ദ്രത്തിൻ്റെ ഒരു വിദഗ്ധ സംഘം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 17 കേന്ദ്രത്തിലെ വിവിധ വകുപ്പുകളുടെ 17 വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ഇവിടെ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരിപ്പോൾ കളക്ട്രേറ്റിൽ അടിയന്തര യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം ഇവർ ഈ ചുരൽമല പ്രദേശം, അതായത് ദുരന്തം നടന്ന പ്രദേശം സന്ദർശിക്കുമെന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം അവർ ആ കാര്യങ്ങളൊക്കെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരു പക്ഷേ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം തുടർ കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ കേരളവും ഒരു പ്രത്യേക സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരന്താനന്തര ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിന്, കണക്കാക്കുന്നതിന് ഒരു വിദഗ്ധ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. ഈ സമിതിയും ഇന്നു മുതൽ ഇവിടെ വയനാട്ടിലുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവരുടെ പരിശോധനകൾ ദുരന്തഭൂമിയിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ട് അതിലെ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സംഘം ഇവിടെ വന്നിട്ടുണ്ട്. കേന്ദ്രത്തിലെ 17 വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവർ ഒരു 10 മണിയോട് കൂടി പുറത്തേക്ക് ഇറങ്ങുകയും ഒരുപക്ഷേ മാധ്യമങ്ങളെ കാണാൻ അല്പസമയത്തിന് തന്നെ പുറത്തേക്ക് വരികയും ഒരുപക്ഷേ മാധ്യമങ്ങളെ കാണാനുള്ളൊരു സാധ്യതയുണ്ടെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ സംഘം ചൂരൽമലയിലേക്ക് പോകും, ദുരന്തഭൂമിയിലേക്ക് പോകും, കാര്യങ്ങൾ വിലയിരുത്തും. അതായത് മെമ്മോറാണ്ടത്തിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ആവശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ അവർ വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് അതിൻ്റെ ഒരു വശം. മറ്റൊരു വശം എന്ന് പറയുന്നത്, നേരത്തെ അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രദേശത്ത് തെരച്ചിൽ നടപടികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ സൂചിപ്പാറ, ആനടിക്കാപ്പ് മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നടപടികൾ ഉണ്ടായിരുന്നു. അത് രാവിലെ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായത്, അവരുടെ മുൻപിലുണ്ടായത് ആ പ്രദേശത്ത് കനത്ത കോടമഞ്ഞും ഒപ്പം തന്നെ ശക്തമായ മഴയും ഉണ്ടായിരുന്നു എന്നതാണ്. നമ്മൾ രാവിലെ ചുരൽമലയിൽ പോയപ്പോഴും അവിടെയും ഈ ശക്തമായ മഴയും കോടമഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിലും തെരച്ചിൽ നിർത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. അവർ അവിടെ തന്നെ തുടരുകയും തെരച്ചിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുവെന്ന് അറിയുന്നു. ഇന്നലെ ഈ പ്രദേശത്ത് നിന്ന് 6 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നും കുറച്ചുകൂടി വിശദമായ രീതിയിൽ തന്നെ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചത്. 14 അംഗ സംഘമാണ് അങ്ങോട്ടേക്ക് പോയത്. അതായത് കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഇവിടെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഈ ദുരന്തത്തിൽ അതിജീവിച്ച ആളുകൾ ആവശ്യപ്പെട്ടത് അവരുടെ പല ബന്ധുക്കളെയും ഇനിയും കാണാനുള്ളൊരു കണ്ടുകിട്ടാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ച് കുറച്ചുകൂടി തെരച്ചിൽ നടത്തണമെന്നൊരു ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് സൂചിപ്പാറ, ആനടിക്കാപ്പ് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഇന്ന് വീണ്ടും നടക്കുന്നത്. പക്ഷേ അവിടെ ഈ പറയുന്നത് പോലെ ഒരു വെല്ലുവിളിയായിട്ടുള്ളത് കാലാവസ്ഥ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയിട്ടില്ല. അവർ അവിടെ തന്നെയുണ്ട്. തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇനിയൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. അതായത് ഈ കേന്ദ്രത്തിൽ നിന്ന് വന്ന സംഘം അവരുടെ വിലയിരുത്തൽ എങ്ങനെയാകും, അവർ ഏത് രീതിയിലായിരിക്കാം റിപ്പോർട്ട് നൽകുക എന്നതിനെ ആശ്രയിച്ചിരിക്കും കേന്ദ്രത്തിൻ്റെ ബാക്കിയുള്ള നടപടികൾ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അല്പസമയത്തിന് തന്നെ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇങ്ങോട്ടേക്ക് എത്തും. അദ്ദേഹം ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇവിടെ കളക്ടറേറ്റിലെത്തി ഇവിടെ വിശദമായ യോഗം ചേരുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യും. അതിനുശേഷം ദുരന്തഭൂമിയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഇന്നിപ്പോൾ വയനാട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അജിംഷാദ്. ശരി, മനുവാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും നിർണായകമായ യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു പക്ഷേ എ കെ ശശീന്ദ്രൻ ഈ യോഗത്തെ സംബന്ധിച്ചൊക്കെയുള്ള നിർണായകമായ വിവരങ്ങൾ, തീരുമാനങ്ങളൊക്കെ അറിയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മനുവാണ് വിവരങ്ങൾ നൽകിയത്.